കേരളത്തിൽ അറിയപ്പെടുന്ന അംബേദ്കറൈറ്റ് ആയി മാറുകയും അംബേദ്കർ ചിന്തകളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് സജി കെ ചേരമനെ ഈ സംവാദത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരവോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ CS മുരളി, എനിക്ക് മുമ്പ് ജാതി വർഗം ബ്രാഹ്മണ്യ വിമർശനം മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ എന്ന ധാരയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പ്രിയപ്പെട്ടവർ, ഈ സംവാദ പരിപാടിയെ വിലയിരുത്താനും പങ്കെടുക്കാനും എത്തിയ പ്രിയമുള്ളവരെ, ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് സത്യത്തിൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടിയിരുന്നത് അംബേദ്കർ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിഷയത്തെ സമീപിക്കുവാൻ ചുമതലപ്പെടുത്തപ്പെട്ടത് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ KS മാധവൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ അഭാവം തീർച്ചയായും ഈ വേദിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം എന്തു വില കൊടുത്തും ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. സ്വാഭാവികമായും വിഷയ അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തികച്ചും നിരാശാജനകവും ആണ്. അതോടൊപ്പം തന്നെ പങ്കെടുക്കാൻ കഴിയാത്ത നില ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആദ്യമേ തന്നെ പിന്മാറുന്നതാണ് അതിൻ്റെ ശരിയായ നില എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊടുത്തുവിട്ട ഒരു കുറിപ്പുണ്ട്. ഈ സംവാദ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പാണ് എനിക്കത് കിട്ടിയത്, എൻ്റെ കയ്യിലത് കിട്ടിയത്. സ്വാഭാവികമായും നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ കിട്ടിയ ആ ലേഖനം വായിച്ചു നോക്കാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായും അവർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ട് അതൊരു നല്ല നിലയല്ല, തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ട ഒരു സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ധാരയിൽ നിന്നുകൊണ്ട് ജാതി വർഗം ബ്രാഹ്മണ്യ വിമർശനം എന്ന അംബേദ്കർ കാഴ്ചപ്പാടിൽ എന്ന ധാരയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ശൂന്യതയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയേണ്ട, വിഷയാവതാരകൻ്റെ അഭാവത്തിൽ ആ നിലയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയാൻ നിർബന്ധിതമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ബഹുമാന്യനായ K മുരളി പറഞ്ഞ അഭിപ്രായമാണ് എനിക്ക് ആദ്യമേ ഉള്ളത് എന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് ഈ അംബേദ്കറെയും മാർക്സിസത്തെയും അല്ലെങ്കിൽ അംബേദ്കറിസത്തെയും മാർക്സിസത്തെയും അംബേദ്കർ കാഴ്ചപ്പാടുകളെയും മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുകളെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം അത് നല്ലതല്ല, അല്ലെങ്കിൽ ആ നിലയിലുള്ള പരിശ്രമം വേണ്ട എന്ന നിലയിലുള്ളൊരു അഭിപ്രായമാണ്. കൂട്ടിയോജിപ്പിക്കാനാവില്ല എന്ന നിലയിലാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. തീർച്ചയായും ആ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത് എന്ന് ഞാൻ തുടക്കത്തിലേ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തികച്ചും വ്യത്യസ്തമായ ഒട്ടൊക്കെ വൈരുദ്ധ്യപൂർണമായ രണ്ട് ധാരകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. അത് മറ്റൊന്നുമല്ല, കാരണം അംബേദ്കർക്ക് തന്നെ കമ്മ്യൂണിസത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മാർക്സിസത്തെ സംബന്ധിച്ചുള്ള നിലപാട് തികച്ചും വൈരുദ്ധ്യപൂർണ്ണമാണ്, വളരെ കോൺട്രഡിക്ടറിയാണ്. മാർക്സിസത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് ഇന്ത്യയിൽ കാലുകുത്താനാവില്ല, ഞാനതിന് സമ്മതിക്കില്ല എന്ന നിലയിലുള്ള അഭിപ്രായം പോലും പ്രകടമാക്കിയ ആളാണ് അംബേദ്കർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാസിക്കിൽ വെച്ച് കൂടിയ ഒരു യോഗത്തിൽ ആ നിലയിലുള്ളൊരു അഭിപ്രായം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അംബേദ്കർ ആ നിലയിൽ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രചനകളിൽ വളരെ പ്രധാനപ്പെട്ട ഈ ധാരയുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് കൂടുതൽ പ്രകടമായി കാണാൻ കഴിയുന്നത് ബുദ്ധ ഓർ കാറൽ മാർക്സ് എന്ന് പറയുന്ന ഒരു ലേഖന പരമ്പരയുണ്ട്. അവിടെയും അദ്ദേഹം മാർക്സിസത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിരാകരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് അതിനെ വായിച്ചിട്ടുള്ളത്?
ഇന്ത്യയിലെ സവിശേഷമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ മാർക്സിസത്തിന് യാതൊരു നിലയിലുമുള്ള ഇടപെടലിന് സാധ്യതയില്ല എന്ന നിലയിൽ തന്നെയാണ് അംബേദ്കർ മാർക്സിസത്തെ കണ്ടിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ബുദ്ധ ഓർ കാർൽ മാർക്സ്. അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ടു പോയ ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകം 36 പ്രസിദ്ധീകരിക്കപ്പെട്ട, നിർവഹിക്കാൻ കഴിയാതെ പോയൊരു പ്രസംഗത്തിൻ്റെ പ്രസിദ്ധീകരണം, കാസ്റ്റ്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അതിൻ്റെ 3-ാം അധ്യായത്തിലും സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ച്, മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാർക്സിസത്തിൻ്റെ ആശയപരമായ, പ്രത്യയശാസ്ത്രപരമായ അടിത്തറയെ തന്നെ അദ്ദേഹം നിരാകരിക്കുന്ന നിലയിലാണ് അദ്ദേഹം അതിനെ സമീപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കെ മുരളി പറഞ്ഞ അഭിപ്രായത്തോട് ആണ് എനിക്ക് എൻ്റെ ഒരുപക്ഷെ എൻ്റെ കൺക്ലൂഷൻ കൂടി അങ്ങനെയാണ്. കൺക്ലൂഷൻ തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കാനാവില്ല. അതിനെ ആ നിലയിൽ യോജിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഉചിതം എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ അതുകൊണ്ട് തന്നെ യോജിക്കുകയാണ്. മറിച്ച് പൊതുവായി ഈ രണ്ട് ധാരകളും കാണുന്ന പൊതുശത്രുവിനെതിരായ കൂട്ടായ യോജിച്ച പ്രക്ഷോഭങ്ങൾക്കോ സമരങ്ങൾക്കോ നിലപാടുകൾക്കോ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉപകാരപ്രദം, ഫലപ്രദം എന്നാണ് ഞാൻ ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നത്. എവിടെയാണ് ആ വിയോജിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഒന്ന്, ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനിഫെസ്റ്റോ ആരംഭിക്കുന്നത് ചരിത്രം, സാമ്പത്തിക, എക്കണോമിക്, ചരിത്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ, വികസനത്തിലുള്ള സാമ്പത്തിക ഫാക്ടേഴ്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ എന്ന് പറയുന്ന, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന് പറയുന്ന പുസ്തകത്തിൽ, രചനയിൽ, ലേഖനത്തിൽ അദ്ദേഹം ഇന്ത്യ ചരിത്രത്തിൻ്റെ വികാസത്തെ സംബന്ധിച്ച് പറയുന്നത് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു നിലയിലാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യവും ബുദ്ധിസവും തമ്മിൽ നടന്ന സംഘർഷത്തിലൂടെ രൂപപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഒരു വശത്ത് മാർക്സിസം പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ നടന്ന വർഗസമരങ്ങളിലൂടെയാണ് ലോകത്തിലെ എല്ലാ ചരിത്രവും രൂപപ്പെട്ടത് എന്ന് പറയുന്നിടത്ത് അംബേദ്കർ ഇന്ത്യ ചരിത്രത്തെ വീക്ഷിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ നിലയിൽ തന്നെയാണ്. അവിടെ തന്നെ വിയോജിപ്പുണ്ട്. ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ ചരിത്രത്തിൻ്റെ വികാസത്തെ സംബന്ധിച്ചുള്ള മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലും അംബേദ്കറേറ്റ് കാഴ്ചപ്പാടിലും വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ബ്രാഹ്മണ്യവും ബുദ്ധിസവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലൂടെയാണ്, അതൊരു സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക എക്കണോമിക് ഫാക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഈ ചരിത്രത്തിൻ്റെ, ഇന്ത്യ ചരിത്രത്തിൻ്റെ വികാസത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചത് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ് എന്നാണ് അംബേദ്കറുടെ വിലയിരുത്തൽ. റാൻഡേ ഗാന്ധി ആൻഡ് ജിന്ന എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്, റാൻഡേ ഗാന്ധി ആൻഡ് ജിന്ന. ആ പ്രസംഗത്തിലും അദ്ദേഹം ഈ സമാനമായ നിലയിലുള്ളൊരു അഭിപ്രായം രൂപീകരിക്കുന്നുണ്ട്. ചരിത്രത്തെ പലരും പല നിലയിൽ മെറ്റാഫിസിക്കൽ ഫാക്ടേഴ്സാണ് ചരിത്രത്തെ രൂപപ്പെടുത്തിയത് എന്ന് പറയുന്നു, എക്കണോമിക് ഫാക്ടേഴ്സാണ് ചരിത്രത്തെ രൂപപ്പെടുത്തിയത് എന്ന് പറയുന്നു. ഇത്തരം ആശയധാരകളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് പുതിയൊരു സമീപനം ചരിത്രത്തിൻ്റെ വികാസത്തെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി നീതിപൂർവമായ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ, നിങ്ങൾക്ക് വിയോജിക്കാം, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ചരിത്രത്തിൻ്റെ വികാസത്തെ സംബന്ധിച്ച് അംബേദ്കർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടാണ് കുറേ കൂടി വസ്തുതാപരമായി ശരി എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിചാരിക്കുന്നത്, കരുതുന്നത് എന്ന് പറയട്ടെ. അത് അന്ധമായ അംബേദ്കർ ആരാധന കൊണ്ടോ അല്ലെങ്കിൽ അംബേദ്കർ ആശയങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടോ പറയുന്നതല്ല. മറിച്ച് ഇന്ത്യയുടെ സവിശേഷമായ സാമൂഹ്യ സാഹചര്യത്തിൽ ചരിത്രത്തെ രൂപപ്പെടുത്തിയെടുത്തത് കേവലം എക്കണോമിക് ഫാക്ടേഴ്സാണെന്ന് കരുതാൻ നിർവാഹമുള്ള മെറ്റീരിയൽസ് വളരെ കുറവാണ്. ഒരുപക്ഷെ അവിടെയും ഇവിടെയും ചില കാരണങ്ങൾ, ചില വസ്തുതകൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും പൊതുവിൽ നോക്കുമ്പോൾ ഇന്ത്യ ചരിത്രത്തെ രൂപപ്പെടുത്തിയത് പ്രധാനമായും സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ് എന്ന്, സാമൂഹ്യവും സാംസ്കാരികവുമായ ഘടകങ്ങളാണ് എന്ന് നിസ്സംശയമായി പറയാൻ കഴിയുന്നതാണ് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തന്നെ അംബേദ്കർ ആശയധാരയും മാർക്സിസ്റ്റ് ആശയധാരയും തമ്മിൽ വിയോജിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. രണ്ടാമത്, ഈ വർഗസമരത്തിൻ്റെ ചരിത്രമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ വർഗബോധം, ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പ്രധാനമായും ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ ആശയത്തെ സംബന്ധിച്ച് അദ്ദേഹം വിപുലമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിലൊരു ക്ലാസ് കോൺഷ്യസ് തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒരു വർഗബോധം തന്നെ രൂപപ്പെടാൻ അനുയോജ്യമായ സാധ്യതകളോ സാഹചര്യങ്ങളോ പോലും ഇന്ത്യയിലില്ല. ഇന്ത്യയിലുള്ളത് ജാതിബോധമാണ്.
ഇന്ത്യയിലുള്ളത് വർഗബോധമല്ല, ഇന്ത്യയിലുള്ളത് ജാതിബോധമാണ്. ഈ ജാതിബോധത്തെ മറികടക്കാൻ ഒരു കാലത്തും വർഗബോധത്തിന് ആ നിലയിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന അഭിപ്രായം. നമുക്കറിയാം, നായരിൽ നിന്ന് 64 അടി ദൂരം മാറി നിൽക്കാനാണ് ഈഴവൻ വിധിക്കപ്പെട്ടത്. അതേ സമയത്ത് തന്നെ ഈഴവൻ പുലയിൽ നിന്ന് 100 അടി മാറി നിൽക്കണം, പുലയൻ ഈഴവനിൽ നിന്ന് 100 അടി മാറി നിൽക്കണമെന്നാണ് ജാത്യാചാരം നമ്മുടെ രാജ്യത്ത് വിധി കൽപ്പിച്ചത് എന്ന് നമുക്കറിയാം. നായരിൽ നിന്ന് 64 അടി മാറി നിൽക്കുന്നതിൽ അപമാനിതനാകുന്ന ഈഴവൻ പുലയനിൽ നിന്ന് തനിക്ക് 100 അടി മാറി നിൽക്കേണ്ടി വരുന്നു എന്നത്, 100 അടി മാറി നിൽക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് ഈഴവനിൽ അഭിമാനം ജനിപ്പിക്കുന്നു എന്ന വസ്തുത ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് നിഷേധിക്കാനാവാത്തൊരു ഫാക്ടറാണ്, ഒരു വസ്തുതയാണ്. അത് നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? കെ മുരളി തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ചിറയൻകീഴിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഇതാണ് ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നിലനിന്ന് പോകുന്ന സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. സോഷ്യൽ സിസ്റ്റം ഇതാണ്. ഈ സോഷ്യൽ സിസ്റ്റത്തിനകത്ത് എവിടെയാണ് ഒരു വർഗബോധം രൂപപ്പെടാനുള്ള സാധ്യതയുള്ളത്? ഒരു ക്ലാസ് കോൺഷ്യസ്നെസ്സിലുള്ള അല്ലെങ്കിൽ വർഗബോധം എന്ന് പറയുന്ന ഒരു ബോധം, അത്തരം ഒരു സാമൂഹ്യ ബോധം അത്തരം ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടാനുള്ള സാധ്യത എവിടെയാണ് എന്നാണ് അംബേദ്കർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനിടയിലാണ് അദ്ദേഹം പറയുന്നത്, കാസ്റ്റ് ഈസ് എൻ എൻക്ലോസ്ഡ് ക്ലാസ് എന്ന ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിക്കാൻ നിർബന്ധിതമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഗബോധം മാർക്സിസത്തിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ക്ലാസ് കോൺഷ്യസ്നെസ് അഥവാ വർഗബോധം എന്ന് പറയുന്ന സങ്കല്പത്തിന് പോലും ഇന്ത്യ രാജ്യത്ത് സാധ്യതയില്ല എന്ന നിലയിൽ അതിനെ നിരാകരിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന സമീപനമാണ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയട്ടെ. രണ്ടാമതായി നമുക്കറിയാം, ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന ചിന്താധാരയെ സംബന്ധിച്ചുയരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, അംബേദ്കർക്കൊരു സാമ്പത്തിക പദ്ധതിയില്ല, അംബേദ്കർ ആശയധാരയിൽ ഒരു സാമ്പത്തിക പരിപാടിയില്ല, ഒരു സാമ്പത്തിക ദർശനമില്ല എന്ന നിലയിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. അത് അങ്ങനെ അടച്ച് പരിപൂർണമായ നിലയിൽ അംബേദ്കർ ആശയധാരയ്ക്ക് അത്തരമൊരു സാമ്പത്തിക പദ്ധതിയില്ല, പരിപാടിയില്ല എന്ന നിലയിലുള്ള വിമർശനം എത്ര കണ്ട് ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അംബേദ്കറുടെ സാമ്പത്തിക പദ്ധതിയിലോ പരിപാടിയിലോ കുറവുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല, ഇല്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹി വാസ് എൻ എക്കണോമിസ്റ്റ്. ബേസിക്കലി ഹി വാസ് എൻ എക്കണോമിസ്റ്റ്. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. 1923 അദ്ദേഹത്തിന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയത് ദ പ്രോബ്ലം ഓഫ് എ റുപ്പിയ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിനാണ്. അമർത്യ സെന്നിൻ്റെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. സാമ്പത്തിക രംഗത്ത് നൽകിയ സംഭാവനകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും ഒരു നൊബേൽ സമ്മാനം മരണശേഷം കൊടുക്കാൻ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് അംബേദ്കർക്കാണ് എന്ന് പറയുന്ന അമർത്യ സെന്നിൻ്റെ പ്രസ്താവന പോലും നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം അങ്ങനെ മാത്രമല്ല, സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്ന രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും അതിനെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, 1950 ജനുവരി മാസം 26 രാജ്യത്ത് നിലയിൽ വന്ന ഭരണഘടനയുടെ 4-ാം അധ്യായം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ, ആ നിർദ്ദേശക തത്വങ്ങളിൽ അംബേദ്കർ സ്റ്റേറ്റ് സോഷ്യത്തിലൂടെ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച പല സാമ്പത്തിക പദ്ധതികളും പരിപാടികളുമുണ്ട്. ഞാൻ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. എനിക്ക് തോന്നുന്നു CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അന്നൊരിക്കൽ എറണാകുളത്ത് 88 മറ്റോ ആണെന്ന് തോന്നുന്നു, എറണാകുളത്ത് വിദ്യാർത്ഥി സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവിടെ എറണാകുളം നഗരത്തിലൂടെ നടത്തിയ ഒരു വിദ്യാർത്ഥി പ്രകടനത്തിൽ എനിക്ക് നേതാക്കൾ വിളിച്ചു തന്ന മുദ്രാവാക്യം ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ, വി വിൽ ബേൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ആ ഭരണഘടനയുടെ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് പരിശോധിച്ച് നോക്കിയാൽ വിഭവങ്ങളുടെ തുല്യമായ വിതരണത്തെ സംബന്ധിച്ച്, സാമ്പത്തിക നീതിയെ സംബന്ധിച്ച്, സാമ്പത്തിക തുല്യതയെ സംബന്ധിച്ച് നിരവധി ആശയങ്ങൾ ആർട്ടിക്കിൾ 38, ആർട്ടിക്കിൾ 39 അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ മേഖലകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അംബേദ്കറുടെ സാമ്പത്തിക പദ്ധതിയെ സംബന്ധിച്ചും സാമ്പത്തിക ദർശനത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം, നിങ്ങൾക്ക് വിയോജിക്കാം, അത് ഇന്ന ഭാഗം തെറ്റാണെന്ന് പറയാം. പക്ഷേ പലരും പറഞ്ഞു കേൾക്കുന്നത്, ഈവൻ ചില ദലിത് ബുദ്ധിജീവികൾ പോലും, ഇൻവെർട്ടഡ് കോമ, ദലിത് ബുദ്ധിജീവികൾ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അംബേദ്കർക്ക് ഒരു സാമ്പത്തിക പദ്ധതിയില്ല, പരിപാടിയില്ല എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അംബേദ്കറുടെ സാമ്പത്തിക പദ്ധതിയെ സംബന്ധിച്ചോ പരിപാടിയെ സംബന്ധിച്ചോ ദർശനത്തെ സംബന്ധിച്ചോ നിങ്ങൾക്കൊരു എഫക്റ്റീവ് ക്രിറ്റിസിസം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം.
പക്ഷേ അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ബേസിക്കലി ആൻ എക്കണോമിസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കറിയാം RBI എന്ന് പറയുന്ന സംവിധാനം പോലും രൂപപ്പെടുത്തുന്നതിന് മുമ്പിൽ ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കറുടെ ലേഖനം വഹിച്ച പങ്ക് ഇന്ന് വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയിൽ അംബേദ്കറുടെ സംഭാവനകളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്താണ് മാധ്യമപ്രവർത്തകനായ റിജിമോൻ കുട്ടപ്പൻ ഒരു പുസ്തകം തന്നെ പുറത്തിറക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ അതിലൂടെ പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിലയിൽ നോക്കുമ്പോൾ അടിസ്ഥാനപരമായി തന്നെ ദാർശനികമായി തന്നെ മാർക്സിസത്തോട് വിയോജിക്കുന്ന, കമ്മ്യൂണിസത്തോട് വിയോജിക്കുന്ന, കമ്മ്യൂണിസം ഇന്ത്യയിൽ ഫുട് ഹോൾഡ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരാൾ തന്നെയാണ് അംബേദ്കർ എന്ന് പറയുന്നതിൽ തർക്കമൊന്നുമില്ല. അതങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ബഹുമാന്യനായ കെ മുരളി പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള പരിശ്രമം നമുക്ക് ഉപേക്ഷിക്കാം. മറിച്ച് എവിടെയാണോ മാർക്സിസ്റ്റ് ധാരയ്ക്കും അംബേദ്കർ ധാരയ്ക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സാധ്യതകളുള്ളത്, ആ സാധ്യതകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതായിരിക്കും കൂടുതൽ ശരി എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മാത്രമല്ല ഈ ഇന്ത്യൻ സാമൂഹ്യ ഘടനയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ, അംബേദ്കർ ആശയധാരയിൽ നിൽക്കുന്നൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ ആശയധാരയിൽ, ഇന്ത്യൻ സാമൂഹ്യ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന പോലെയാണ്. കുത്തനെ നിലനിൽക്കുന്നൊരു സാമൂഹ്യ ഘടനയാണ്. 6000-ലധികം വരുന്ന ജാതികൾ ഒന്നിനു മുകളിൽ ഒന്നായി നിലനിൽക്കുകയും മുകളിലേക്ക് പോകും തോറും ഓരോ ഘട്ടത്തിലും ആദരവ് കൂടിക്കൂടി വരികയും ഓരോ ഘട്ടത്തിലും താഴേക്ക് വരുംതോറും അനാദരവ്, അവജ്ഞയും അവഗണനയും കൂടി വരികയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥതയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ സാമൂഹ്യ വ്യവസ്ഥയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ, ഈ സാമൂഹ്യ ഘടനയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ മാർക്സിസത്തിൻ്റെ ടൂൾസിന്, മാർക്സിസത്തിൻ്റെ ഉപകരണങ്ങൾക്ക് വലിയ പരിമിതികളുണ്ട് എന്നാണ് അംബേദ്കർ ആശയധാരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിലയിരുത്തുന്നത് എന്ന് തന്നെ പറയട്ടെ. അതുകൊണ്ട് തന്നെ അംബേദ്കർ ആശയധാര എന്ന് പറയുന്നത് എത്രമാത്രം പ്രസക്തമാണ്, അതെത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയുള്ളതാണ് എന്ന് പറയാനാണ് അംബേദ്കർ ആശയധാരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുക എന്ന് പറയട്ടെ. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സാമൂഹ്യ സാംസ്കാരികമായ ഒരു ഇടപെടൽ, ആ സാമൂഹ്യ സാംസ്കാരികമായ ഇടപെടൽ നിന്നുകൊണ്ടാണ് അംബേദ്കർ എന്ന് പറയുന്ന പ്രസ്ഥാനം വികസിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബ്രാഹ്മണ്യത്തോട് വിട്ടുവീഴ്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തെ കീഴടങ്ങുന്നതോ ആയ സമീപനങ്ങൾ ചില മേഖലകളിൽ ഉണ്ടായേക്കാം. പക്ഷേ അംബേദ്കർ ഒരിക്കലും ബ്രാഹ്മണ്യത്തോട് വിട്ടുവീഴ്ച ചെയ്യുന്ന നിലയില്ല. ബ്രാഹ്മണ്യത്തെ അതിൻ്റെ സാമൂഹ്യ സോഷ്യോ കൾച്ചറൽ, ഈവൻ എക്കണോമിക്കൽ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ ആക്രമിക്കാനും കടന്നാക്രമിക്കാനും അതിനെ ദുർബലപ്പെടുത്താനുമുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഏറ്റവും അവസാനം അംബേദ്കർ നടത്തിയ ബുദ്ധമാർഗ പരിവർത്തനത്തെ സംബന്ധിച്ചും ചില ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്. അദ്ദേഹം ഒരു മതപരിവർത്തനം നടത്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു മത നേതാവ് എന്ന നിലയിൽ പരിഗണിക്കാൻ ശ്രമിക്കുന്ന ചില എഴുത്തുകളെയും ആ നിലയിലുള്ള ചില സമീപനങ്ങളെയും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. 1956 ഒക്ടോബർ 14 അദ്ദേഹം 5 ലക്ഷത്തോളം വരുന്ന അനുയായികളുമായി ബുദ്ധമാർഗം സ്വീകരിച്ചു. ആ ബുദ്ധമാർഗം സ്വീകരിച്ച പരിപാടിയിൽ 22 പ്രതിജ്ഞകൾ അദ്ദേഹം അവിടെ കൂടിയ ആളുകളെ കൊണ്ട് ചൊല്ലിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് അനുയായികൾ അത് ഏറ്റുചൊല്ലുന്നു. ആദ്യത്തെ 7 പ്രതിജ്ഞകൾ ദയവായി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം, അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടന്റ് എന്താണ് എന്ന്. അത്തരമൊരു പരിവർത്തനത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടന്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ആ പ്രതിജ്ഞയിലെ ആദ്യത്തെ 7 പ്രതിജ്ഞകൾ വായിച്ചാൽ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ പ്രതിജ്ഞ, ഞാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരിൽ വിശ്വസിക്കുന്നില്ല, അവരെ ദൈവമായി അംഗീകരിക്കുന്നില്ല. 2, രാമനും കൃഷ്ണനും ദൈവത്തിൻ്റെ അവതാരങ്ങളാണെന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ അവരെ വിശ്വസിക്കുന്നില്ല, അവതാരം എന്ന് പറയുന്ന ഒരു കെട്ടുകഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 3, ഗൗരി, ലക്ഷ്മി, പാർവതി തുടങ്ങിയ ഗണപതി തുടങ്ങിയ ഹിന്ദു ദേവീദേവന്മാരെ ഞാൻ വിശ്വസിക്കുകയോ അവരെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ പിണ്ടമാചരിക്കുകയോ ശ്രാദ്ധമൂട്ടുകയോ ചെയ്യുകയില്ല. ബ്രാഹ്മണനെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുപ്പിക്കുന്നതല്ല. ഈ ബ്രാഹ്മണ്യ വിമർശനം ഒരു മാർക്സിസ്റ്റ് സമീപനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. എവിടെയാണ് അങ്ങനെ കാണുക? കാരണം ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു സാമൂഹ്യ ഘടന രൂപീകരിച്ചതിൻ്റെ പിന്നിൽ, സാമൂഹ്യ പഠന രൂപപ്പെട്ടു വന്നതിൻ്റെ പിന്നിൽ ബ്രാഹ്മണാധിപത്യ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക ഇടപെടലുകൾ എത്രയും വിപുലമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ദ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ ഈസ് ബ്രാഹ്മണിസം ആൻഡ് ബ്രാഹ്മണിസം ഒള്ളി എന്ന തിരിച്ചറിവാണ് അംബേദ്കർ ആശയധാരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അതിന് വിരുദ്ധമായ വ്യക്തിപരമായ താല്പര്യങ്ങളുടെയോ സംഘടനാപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരുണ്ടാകാം.
അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കുന്നവരുണ്ടാവും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ബാബ അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അവിടെ അദ്ദേഹം ഈ ഒരു സാമൂഹ്യ ഘടനയുടെ തകർച്ചയെ, ഈ ഒരു സാമൂഹ്യ ഘടനയുടെ ഇല്ലായ്മയെ, അതിൻ്റെ നിർമ്മാർജ്ജനത്തെ, അതിൻ്റെ ഉന്മൂലനത്തെ അദ്ദേഹം ഭാവന ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറയട്ടെ. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചെയ്തൊരു പ്രസംഗമുണ്ട്, ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗം, അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1980 നവംബർ 25 ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, ദ ക്രിറ്റിസിസം അഗൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് കം ഫ്രം ടു ക്വാർട്ടേഴ്സ്. ഭരണഘടനയ്ക്കെതിരായ വിമർശനം ഉയർന്നു വരുന്നത് രണ്ട് മേഖലകളിൽ നിന്നാണ്. വൺ ഈസ് ദ കമ്മ്യൂണിസ്റ്റ് ആൻഡ് അനദർ ഈസ് ദ സോഷ്യലിസ്റ്റ്. ഇന്ത്യയിലെ ഭരണഘടനയ്ക്കെതിരായ വിമർശനം ഉയർന്നു വരുന്നവരിൽ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഒരേ പാതയിലാണ് സഞ്ചരിച്ചിരുന്നത്. പക്ഷേ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ അംബേദ്കറൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം വി കൺസിഡർ ഇറ്റ് ആസ് എ ഹോളി ടെക്സ്റ്റ്, അതൊരു വിശുദ്ധ ഗ്രന്ഥമായി പരിഗണിക്കാനാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. കാരണം അതിൻ്റെ പ്രിയാമ്പിൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയ ലോകത്തെ സംബന്ധിച്ച പ്രകാശനം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുണ്ട് എന്നാണ് അംബേദ്കർ ആശയധാരയെ വിശ്വസിക്കുന്നവർ, ആശയധാരയിൽ മുന്നോട്ട് പോകുന്നവർ കാണുന്നത്. പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ വി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന മറ്റൊരു ഭരണഘടന ഈ ലോകത്തിലുണ്ട്. അമേരിക്കൻ ഭരണഘടനയാണ്. 1879 അമേരിക്കൻ ഭരണഘടന ജന്മമെടുക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അന്ന് വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന അമേരിക്കൻ ഭരണഘടന പറയുമ്പോൾ അതിൽ കറുത്തവരില്ല, അതിൽ സ്ത്രീകളില്ല, അവർക്ക് ആർക്കും തുല്യാവകാശമൊന്നും നൽകിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 1950 ജനുവരി 26 രാജ്യത്തിൻ്റെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ദാറ്റ് ഇൻക്ലൂഡ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ഇന്ത്യൻസ്, എല്ലാ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് നമുക്കറിയാം. ആ ഭരണഘടനയിൽ അദ്ദേഹം പ്രധാനമായും ഭരണഘടന 4 ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ്, ആദ്യം ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയം. എന്നിട്ട് ഈ ആശയങ്ങൾ മുന്നിൽ വെക്കുന്നതിന് മുമ്പ് അതിന് മുന്നുപാധി പറയുന്നത് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൻസ്, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന നൽകുന്ന ഒരു ഉറപ്പാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. ഏത് തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്, ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ്, ഒരു സാംസ്കാരിക വ്യവസ്ഥിതിയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്, അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിക്കാനിടയായി. ആ പുസ്തകം എഴുതിയത് ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഈസ് എൻ അക്കാഡമിസ്റ്റ് ഓഫ് പാർ എക്സലൻസ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആ പേരിപ്പോൾ മറന്നുപോയി. അംബേദ്കർ പ്രിയാമ്പിൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ പേര് അംബേദ്കർ പ്രിയാമ്പിൾ എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ പ്രിയാമ്പിൾ ഭരണഘടന രൂപപ്പെട്ടതിൻ്റെ ചരിത്ര വസ്തുതകളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ട് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതിയതിൻ്റെ പിന്നിലെ പ്രചോദനം, അല്ലെങ്കിൽ ആ പ്രിയാമ്പിൾ എഴുതിയത് അംബേദ്കർ തന്നെയാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ആകാശ് സിംഗ് റാത്തോർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആകാശ് സിംഗ് റാത്തോർ അദ്ദേഹത്തിൻ്റെ പുസ്തകം. അദ്ദേഹം അതിനുശേഷം അംബേദ്കറുടെ ജീവചരിത്രത്തെ സംബന്ധിച്ചൊരു വോളിയം കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ബിക്കമിങ് അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം. അതിൻ്റെ ഫസ്റ്റ് വോളിയം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പ്രിയാമ്പിൾ, കാരണം പ്രിയാമ്പിളിനെ സംബന്ധിച്ച് നമ്മുടെ എല്ലാം പൊതുധാരണ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ രചിച്ചതിൻ്റെ പിന്നിൽ നെഹ്റു ആണെന്നാണ്. പക്ഷേ ആകാശ് സിംഗ് റാത്തോർ പറയുന്നു അല്ല. 1946 ഡിസംബർ 11 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ മുൻനിർത്തിക്കൊണ്ടാണ് പല ആളുകളും പറയുന്നത് ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ കർത്താവ് നെഹ്റുവാണ് എന്ന്. ഈ പ്രിയാമ്പിളിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അംബേദ്കർ ആശയധാരയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. കാരണം അംബേദ്കർ ആശയധാര മുന്നോട്ട് വയ്ക്കുന്ന, ഭാവന ചെയ്യുന്ന ഒരു സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക വ്യവസ്ഥിതി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. കാരണം എന്താണ്? എല്ലാ പൗരന്മാർക്കും നീതി ഉറപ്പാക്കുന്ന, നീതിക്ക് 3 വേർഷൻസ് ഭരണഘടന പറയുന്നുണ്ട്. ജസ്റ്റിസ്, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എല്ലാ പൗരന്മാർക്കും ഉറപ്പാക്കുന്ന. ഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലെ തുല്യത, പദവിയിലെ തുല്യതയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നത്. പിന്നെ ലിബർട്ടി, സ്വാതന്ത്ര്യം, ഫ്രീഡം, എക്സ്പ്രഷൻ, ഞാൻ 4-5 ഉണ്ട്, ബിലീഫ്, ഫെയ്ത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നീട് പറയുന്നത് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ ആശയം ഇന്ന് വളരെ വിപുലമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. ആ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയം, സാഹോദര്യം, ലോകത്തിലെ മറ്റൊരു ഭരണഘടനയിലും കാണാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ആശയധാരയാണ് ഫ്രട്ടേണിറ്റി, സാഹോദര്യമെന്നും. ഫ്രട്ടേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാണ് ഭരണഘടന പറയുന്നത്.
ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, അംബേദ്കർ ആശയധാരയിൽ നിന്നുകൊണ്ട്, കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, ഒരു പുതിയ ലോകത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ പുതിയൊരു സമൂഹത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് തന്നെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ആ ഭരണഘടനയെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഒരു കാലഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞത് എന്ന് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഭരണഘടന ഞാൻ പറഞ്ഞില്ലേ, ഞാനും ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ച ആളാണ്. യാഥാസ്ഥിക കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ മുഖ്യധാര കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. തള്ളിപ്പറയാൻ ശ്രമിച്ചത് ഇന്നവരതിനെ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. ബട്ട് പിന്നീട് ഞാനൊരു നിയമ വിദ്യാർത്ഥിയായി മാറുകയും ഭരണഘടനാ നിയമത്തിൽ ബിരുദാനന്തര ബിരുദത്തിനൊക്കെ പഠിക്കാനൊക്കെ അവസരം കിട്ടുകയും ഭരണഘടനയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയെടുത്തൊരു സോഷ്യൽ വിപ്ലവം, സാമൂഹ്യ വിപ്ലവം. അമേരിക്കക്കാരനായ ജസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഭരണഘടന എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സോഷ്യൽ ഒരു റെവല്യൂഷണറി ഡോക്യുമെൻ്റ് എന്ന നിലയിലാണ് ഭരണഘടനയെ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭരണഘടനയെ കണ്ണുമടച്ചെതിർക്കുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ മാറി എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അംബേദ്കർ തന്നെ പ്രസംഗത്തിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത് ഒരു പ്ലോറിറ്റേറിയ ഡിക്റ്റേറ്റർഷിപ്പ് ഗവൺമെൻറ്റാണ്, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് ക്യാൻ നെവർ അക്സെപ്റ്റ് എ പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അതുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത് എന്ന വിശദീകരണവും ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6000 ജാതികൾ ഒന്നിനു മുകളിൽ ഒന്നായി നിലനിൽക്കുന്ന കേവലമായ ഒരു അസമത്വമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇറ്റ് ഈസ് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി. തട്ടുകളായി തരംതിരിക്കപ്പെട്ട അസമത്വമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത്. ആ അസമത്വം, തട്ടുകളായി തരംതിരിക്കപ്പെട്ട അസമത്വാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ഘടനയെ പുനർനിർമ്മിക്കുന്നതിൽ മാർക്സിസത്തിൻ്റെ ടൂൾസിന് ദൗർബല്യങ്ങളുണ്ട് എന്നാണ് അംബേദ്കർ ആശയധാരയുടെ വിലയിരുത്തൽ. ഐ ഹാവ് ടു ബി വെരി സിൻസിയർ ആൻഡ് ഓപ്പൺ. അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഒരു സംവാദത്തിന് പ്രസക്തിയില്ലല്ലോ, എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എനിക്കറിയാം, ഐ നോ ദറ്റ് ഇവിടെ കൂടിയിരിക്കുന്നതിലെ മഹാഭൂരിപക്ഷം ആളുകളും ഏതാശയധാരയുടെ ഭാഗത്ത് നിൽക്കുന്നവരാണെന്നറിയാം. ബട്ട് ഐ ഹാവ് ടു ബി വെരി ഹോണസ്റ്റ്. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അംബേദ്കർ ആശയധാരയെ സംബന്ധിച്ചിടത്തോളം മാർക്സിസത്തിൻ്റെ ടൂൾസ് ഈ ജാതി വ്യവസ്ഥയുടെ മുമ്പിൽ മുട്ടുപറയ്ക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10-100 വർഷത്തോളമായി മാർക്സിസം എന്ന് പറയുന്ന ആശയം പല നിലയിൽ പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടും അത് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളോട്, ഇന്ത്യയിലെ സോഷ്യോ എക്കണോമിക്, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയാത്ത നിലയിൽ വിറങ്ങലിച്ചു പോയത് എന്ന് തന്നെയാണ് അംബേദ്കർ ആശയധാരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജാതി, ബ്രാഹ്മണ്യ വിമർശനത്തെ അതിൻ്റെ ഏറ്റവും ഫലപ്രദമായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പല ആളുകളും അംബേദ്കർ ബുദ്ധമാർഗം സ്വീകരിച്ചതിനെ സംബന്ധിച്ച് പറയുന്നത് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ കൾച്ചറൽ ഡോമിനേഷനെ, സാംസ്കാരിക മേധാവിത്വത്തെ ദുർബലപ്പെടുത്തുക എന്ന പൊളിറ്റിക്കൽ അജണ്ടയാണ് ബുദ്ധമാർഗ പരിവർത്തനത്തിലൂടെ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവഹിക്കുന്നത്. അല്ലാതെ അതിനെ ഒരു മതപരിവർത്തനം എന്ന നിലയിൽ ഏതെങ്കിലും പള്ളിയിലച്ചന്മാരോ മുസ്ലിം പണ്ഡിതന്മാരോ ആരെങ്കിലും പിടിച്ച് മതം മാറ്റുന്നത് പോലെയുള്ളൊരു മതമാറ്റ പ്രക്രിയയായി അവരെ കാണാൻ പാടില്ല. അതാണ് എൻ്റെ കാര്യം. ബ്രാഹ്മണ്യത്തിൻ്റെ കൾച്ചറൽ ഡോമിനേഷനെ തന്നെ ദുർബലപ്പെടുത്തുന്ന, അതിനെ തകർത്ത് കളയുന്ന, അവിടെയാണ് നിങ്ങൾ ആ 22 പ്രതിജ്ഞയിലെ ആദ്യത്തെ 7 വായിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. അത് വായിക്കാതെ പോകുന്നത് കൊണ്ടാണ്, അത് ആ നിലയിൽ വിലയിരുത്താതെ പോകുന്നത് കൊണ്ടാണ് അംബേദ്കറുടെ ബുദ്ധമാർഗ പരിവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തെ, ഈ സാമൂഹ്യ ഘടനയുടെ ഉൽപ്പാദകരായ, ഈ സാമൂഹ്യ ഘടനയെ ഉൽപ്പാദിപ്പിച്ചതും ഇതിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതുമായ ഈ വ്യവസ്ഥിതിയെ, കാരണം ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഉള്ളവനും ഇല്ലാത്തവനും എന്ന നിലയിലുള്ള മാർക്സിസ്റ്റ് സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം മുന്നോട്ട് വെച്ചയാൾ BSPയുടെ സ്ഥാപകനായ കാൻഷിറാമാണ്. അദ്ദേഹത്തെ ഒരു പാർട്ടി സ്ഥാപകൻ എന്ന നിലയിൽ നിങ്ങളതിനെ കാണരുത്. കേവലം ഒരു പാർട്ടി സ്ഥാപകൻ എന്ന നിലയിലല്ല ഞാനതിനെ കാണുന്നത്. ഞാനൊരു BSPയുടെ പഴയ ഭാരവാഹിയാണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാനൊരു പാർട്ടി ഭാരവാഹി എന്ന നിലയിലല്ല ഞാനതിനെ കാണുന്നത്. കാൻഷിറ മുന്നോട്ട് വെച്ച സമീപനം എന്താണ്? മാർക്സിസം മുന്നോട്ട് വെക്കുന്നത് പോലെ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇരകളും ബലിയാടുകളുമായൊരു വിഭാഗം, ഈ വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളായ വിഭാഗം എന്ന നിലയിലുള്ളൊരു സാമൂഹിക വർഗീകരണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ വ്യവസ്ഥയ്ക്ക് 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് ഈ വ്യവസ്ഥയുടെ ഗുണം നേടിയവർ, ഈ വ്യവസ്ഥയുടെ ഇരകൾ, ഈ വ്യവസ്ഥയുടെ ബലിയാടുകൾ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് സയൻറ്റിഫിക് അപ്രോച്ച്. ഇന്ത്യൻ സാമൂഹ്യ ഘടനയെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിൽ ഏറ്റവും ശാസ്ത്രീയമായ സമീപനം അതാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ കരുതുന്നത്.
ആ സമീപനമല്ലേ കുറച്ചുകൂടി ഫലപ്രദം, വസ്തുനിഷ്ഠം, ശാസ്ത്രീയം എന്നാണ് ഞങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നത്. ഇരകൾ ഒരു ഭാഗത്തെ 85% വരുന്ന ആളുകൾ, ഇന്ത്യൻ ജനസംഖ്യയിലെ 85% വരുന്ന ആളുകൾ ഈ സാമൂഹ്യ ഘടനയുടെ ഈ കുത്തനെ നിൽക്കുന്ന, ഈ സോഷ്യൽ ഇനിക്വാലിറ്റി പേറുന്ന, ഗ്രേഡഡ് ഇനിക്വാലിറ്റി പേറുന്ന ഈ സാമൂഹ്യ ഘടനയുടെ ഇരകളും 15% വരുന്നവർ ഈ സാമൂഹ്യ ഘടനയുടെ ഗുണഭോക്താക്കൾ, ബെനിഫിഷ്യറീസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് വിക്ടിംസ് ഓഫ് ദ സിസ്റ്റം എന്ന നിലയിലുള്ള ഒരു സാമൂഹ്യ വിശകലനമാണ് കാൻഷറാം മുന്നോട്ട് വെച്ചത്, അംബേദ്കറെ പിന്തുടർന്നുകൊണ്ട്. അതാണ് ദ മോസ്റ്റ് സയൻറ്റിഫിക് ഇൻ എ കാസ്റ്റ് റിഡൺ ഇന്ത്യൻ സൊസൈറ്റി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതല്ലാതെ മറ്റു നിലയിലുള്ള വ്യാഖ്യാനങ്ങളോ വിലയിരുത്തലുകളോ ബ്രാഹ്മണ്യ വിമർശനത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ തുറന്നു കാട്ടാൻ ഉപകാരപ്പെടുന്നതല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഇത് വളരെ ഹോണസ്റ്റായിട്ട് പറയുന്ന കാര്യമാണ്, ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നതും അംബേദ്കർ മുന്നോട്ട് വെച്ച സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അദ്ദേഹത്തിൻ്റെ ആശയപരമായ ഉള്ളടക്കം ഇന്ത്യയിലെ ബ്രാഹ്മണ്യാധിപത്യത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യ മേധാവിത്വത്തെ, ബ്രാഹ്മണ്യ വിമർശനത്തെ ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ സയൻറ്റിഫിക്കായ ഒരു ഉള്ളടക്കം അംബേദ്കർ വീക്ഷണത്തിനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്.